അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉച്ചവർക്കൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് ഞാനും കണ്ണൻകുട്ടിയൊന്ന് ഉറങ്ങി. അതൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ട് ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. കട്ടൻ ചായ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി തരുമോ ചോദിച്ചു. നമുക്കാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് ബേക്കറിയും കാര്യങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവാറില്ല. അത് വാങ്ങി വെക്കാറേ ഇല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ആരെങ്കിലും വരുമ്പോൾ കൊണ്ടുവരിക എന്നല്ലാതെ നമ്മൾ അതിനായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് ബേക്കറി വാങ്ങി വെക്കാറില്ല. ഞാൻ പറയാറുള്ള പോലെ ദോശമാവോ അല്ലെങ്കിൽ നമ്മുടെ അപ്പത്തിൻ്റെ മാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാട്ടോ ഞാൻ ഈ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഒരു സ്നാക്സിൻ്റെ പറയുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ഉണ്ടാക്കുക. മിക്കതും ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെ ആവും. അല്ലെങ്കിൽ പിന്നെ സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ അവർ ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കണ്ണൻകുട്ടിക്ക് പിന്നെ ചോറാണെങ്കിലും ഓക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ എന്തുണ്ടാക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെയും ദോശയായിരുന്നു, മിനിഞ്ഞാന്നും ദോശയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അത് വെച്ചിട്ടുള്ള പരിപാടിയൊന്നും ആർക്കും ഇഷ്ടമാവേണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറച്ച് കടല പുഴുങ്ങിയത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് നല്ല ഉള്ളിയും മുളകൊക്കെ കുത്തി വറുത്തിട്ടിട്ട് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്താൽ നമുക്ക് ചായക്ക് വേണ്ടിയിട്ട് സൂപ്പറാണ് കേട്ടോ. അതുപോലെ തന്നെ ചെറുപയർ പുഴുങ്ങിയത്, കടല, പരിപ്പയർ, ആ സംഭവങ്ങളൊക്കെ ചായക്ക് കട്ടൻ ചായക്ക് കൂർക്കൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇല്ല, കപ്പ ഉണ്ടായിരുന്നില്ല, അതൊക്കെ നമ്മളന്ന് എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ പുറത്ത് പോയിട്ട് ഉണ്ടാക്കുകയാണേ. പൂജട്ടി വരാറാവണേ ഉള്ളൂ, എത്തിയിട്ടില്ല. ഷാജേട്ടൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക്. ഇന്ന് കർമ്മയിലാണ്, ഉത്സവ കച്ചവടമൊന്നുമല്ല. അപ്പോൾ പിന്നെ നേരത്തെ വരാനുണ്ടാവും. അപ്പം ഇന്ന് നമുക്കിന്ന് ഫുഡ് ഉച്ചയ്ക്ക് കാര്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ മോരുകറി ഉണ്ടായിരുന്നു, മീൻ വറുത്തത് ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഒന്നും കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോവുക ചെയ്ത്. ഞാനും കണ്ണൻകുട്ടി ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി വൈകിട്ടത്തേക്ക് എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും നോക്കുക വെച്ചാൽ മുട്ട ഓംലേറ്റ് അടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇന്ന് മീനും കാര്യങ്ങളൊന്നുമില്ല. ഇന്നലെ കിട്ടിയ മീൻ തന്നെ ഇരിക്കുന്നുണ്ട്, വറുത്തത് ബാക്കിയുണ്ട്, വറുക്കാൻ വേണ്ടിയിട്ടും കുറച്ച് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ കാര്യമായിട്ടുള്ള ലഞ്ചിന് ഉച്ചയൂണിനൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. തലേ ദിവസത്തെ തട്ടിക്കൂട്ട് തന്നെ ആയിരുന്നു കേട്ടോ. ഒരു ദിവസം അങ്ങനെയും പോട്ടെ എന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഉള്ളിയും മുളകും കാര്യങ്ങളൊക്കെ കുത്തി വറുത്തിടാൻ വേണ്ടിയിട്ടാട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരുവിധം എല്ലാവരും കഴിക്കുന്നുണ്ടാകും. പക്ഷേ ഈ ഉള്ളിയും മുളകും കുത്തുന്നത് ഒരു അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചെറുപയറാണെങ്കിൽ അതിലൊക്കെ നാളികേരത്തിൻ്റെ കൊത്തോ അല്ലെങ്കിൽ നാളികേരം ചിരകിയിട്ടതും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കുക, വൈകിട്ട് ഉണ്ടാക്കുക, അധികം പച്ചരി കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കും കേട്ടോ. അതെനിക്ക് നല്ല ഇഷ്ടമാണ്, പൂജിറ്റയ്ക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടം ഒരുപാട് ഉണ്ടാക്കില്ല, ഒരു പൂതിക്ക് കുറച്ച് അങ്ങനെ ഉണ്ടാക്കും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ വീട്ടിൽ വൈകിട്ട് ചായക്ക് ഉണ്ടാക്കുക. അല്ലാതെ എന്താ ഇത് ബേക്കറി ഐറ്റംസ് ഒന്നും നമ്മുടെ വീട്ടിലുണ്ടാവില്ല, കൊണ്ടുവരാറുമില്ല, ഞാനത് കൊടുക്കാറുമില്ല. എന്താ വെച്ചാൽ കൺട്രോൾ ഇല്ലാണ്ട് കഴിക്കുന്ന ആളാണ് പൂജുട്ടി. അതുകൊണ്ട് തന്നെ അതിവിടെ കൊടുന്നു വയ്ക്കില്ല. ഞാനും കണ്ണൻകുട്ടിയൊന്നും അതിൻ്റെ ആളല്ല കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം. ബേക്കറി ഐറ്റംസ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് ഇഷ്ടമല്ല. പിന്നെ ആ കപ്പ് കേക്കൊക്കെ അല്ലേ, അതൊക്കെയാണ് പിന്നെ കഴിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി വൈകുന്നേരം അങ്ങോട്ട് ഉണ്ടാക്കും. ഇവർ ലീവുള്ള ദിവസമാണ് നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കൊതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. പിന്നെ എപ്പോഴെങ്കിലൊക്കെ കേട്ടോ ഉണ്ണിയപ്പം പൊരിക്കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ പൊരിക്കടി നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കണ കാരണം വീട്ടിലുണ്ടാക്കാൻ വേണ്ടി മെനക്കെടാറില്ല. നമ്മൾ ഈ 4 ആൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഒന്നും പുറത്തുനിന്ന് ഓരോന്ന് വന്ന് കഴിക്കാൻ നല്ലതെന്ന്. അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഒപ്പിച്ച് വരുമ്പോഴേക്കും അതിനേക്കാളും ബഡ്ജറ്റ് കൂടും. അത് വിചാരിച്ചിട്ട് കൊതി ആകുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഒരു ചായയും ഒരു കടിയും കഴിക്കാനുള്ളത് ഒരു നിർബന്ധമുള്ള കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് അതിനോട് വലിയ കൊതിയും കാര്യങ്ങളൊന്നുമില്ല. പൊരിക്കടി ഇങ്ങനെ കഴിക്കുന്ന വലിയ നല്ല കാര്യമല്ല, എന്നാലും ഇതൊക്കെ ആകുമ്പോൾ നല്ലതാണ്, ശരീരത്തിനും നല്ലതാണ്, കഴിക്കണവും നല്ലതാണ്. അങ്ങനെയൊക്കെ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ കടലൊക്കെ വെന്തിരിക്കണായതുകൊണ്ട് വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല. ഉറക്കം നീട്ടേണ്ട നല്ല നല്ല സുഖമായിട്ട് ഉറങ്ങിട്ടോ. എന്ന് വെച്ചപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമുക്ക് രാത്രികളിൽ ഉറക്കമില്ലാത്ത കാരണം എല്ലാവർക്കും ഉറക്കത്തിന് ഭയങ്കര പഞ്ഞാണ്. പൂജട്ടിക്ക് മാത്രമാണ് ഉറക്കം തീർന്നിട്ട് നീക്കുന്ന ആൾ. അതുകൊണ്ട് തന്നെ അവൾ എപ്പോൾ കിടന്നാലും ഉറങ്ങും. അങ്ങനെയാണ്, ഇപ്പോൾ എവിടെ കിടന്നാൽ ഉറങ്ങും അങ്ങനെ. പക്ഷേ എനിക്ക് അങ്ങനെ എവിടെ കിടന്നാലും ഉറങ്ങും എന്നുള്ളത് ഇതില്ല. എനിക്ക് ഉറക്കം എൻ്റെ ഒരു ലെവലിനനുസരിച്ച് നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെയൊക്കെയാണ്. പകലങ്ങനെ ഉറങ്ങാലൊന്നും നടക്കില്ല. ഇന്നിപ്പോൾ എന്തോ കണ്ണൻകുട്ടി ഉള്ള കാരണം അവൻ അങ്ങനെ കൂടെ കിടന്നുകൊണ്ടോ എന്തോ അങ്ങനെ അങ്ങോട്ട് ഉറങ്ങിപ്പോയിട്ടോ. ഞാൻ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഉറക്കത്തിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എണീക്കാനും വലിയ പാടാണ്. അതുകൊണ്ട് തന്നെ 4:30 അലാറം സെറ്റ് ചെയ്തിട്ടാണ് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ ഉണർന്ന് ഇങ്ങോട്ട് പോന്നിരിക്കുക, കണ്ണൻകുട്ടി ഉണർന്നിട്ടില്ല. ഇതൊക്കെ ആയതിൻ്റെ ശേഷം ആളെ വിളിക്കാമെന്ന് വിചാരിച്ചു. ആൾക്ക് ഉറക്കം ഇങ്ങോട്ട് ശരിയാവാഞ്ഞിട്ടേ ഷാജൻ്റെ കൂടെ 2 ദിവസം പോവുകയും ചെയ്തു. അതിൻ്റെ ഇടയിൽ ഒരു ഫുട്ബോൾ കളിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അതിനും പോയി. അങ്ങനെയൊക്കെ കൂടെ ആൾക്ക് ഉറക്കം ശരിയല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു. ആ തലവേദന മൈഗ്രെയിനുമാണ്, അതൊക്കെ കൂടെ ഉറക്കം ശരിയാവാത്തതുകൊണ്ടാണല്ലോ. അപ്പോൾ അങ്ങനെ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ കുറച്ച് തല പൊന്തിച്ചിട്ടുണ്ട്. വൈകിട്ട് കളിക്കാൻ പോകുന്നുള്ള കാര്യത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. എന്തായാലും പോവേണ്ടാവും. ഒന്ന് ഭേദമായി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളവിടെ കാണാനേ കിട്ടില്ല. എന്തെങ്കിലും അസുഖമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ ആവോ വെച്ചിട്ട് വലിയ പേടിയാണ് ഇനി. നമുക്ക് അതിലേക്ക് ഉള്ളിയും മുളകും കടുകൊക്കെ കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ കുത്തി വെച്ചിരിക്കുന്ന വറ്റൽമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടു. അത് മൂത്ത് വരുമ്പോൾ വേപ്പിലിട്ടിട്ട് കടല ഇട്ടു,
കടല ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് തന്നെ ഉപ്പൊക്കെ ഉണ്ട്, എക്സ്ട്രാ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ഇങ്ങനെ പൂണ്ടിട്ട് കേട്ടോ, അങ്ങനെ ചിരകിയിടല്ല, അങ്ങനെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തു. എന്നിട്ട് അതും ഇതും കൂടെ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ്, ഇടയ്ക്ക് ഈ തേങ്ങാക്കൊത്തും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതൊക്കെ റെഡി ആയിട്ട് ഇനി കണ്ണൻകുട്ടീനെ വിളിച്ച് അവൻ്റെ മുഖമൊക്കെ ഒന്ന് കഴുകി സെറ്റായിട്ട് വേണം നമുക്കിത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും 4:45 കഴിഞ്ഞു കേട്ടോ. ഇനി ചായ കുടിക്കാൻ നിൽക്കാം. എന്നിട്ട് വേണം നമുക്കിനി വൈകിട്ട് അടിച്ചോരി തുടച്ചതാ, എന്താ ഒന്നും കൂടെ ഒന്ന് അടിച്ചോരിയിട്ട് വിളക്ക് വയ്ക്കേണ്ട പരിപാടിക്കൊക്കെ നോക്കും. ഞാനൊന്ന് മുറ്റം ചാണകം മെഴുകണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ടുണ്ട്. ഇനി രാത്രി കാര്യമായിട്ടുള്ള ഫുഡിൻ്റെ പരിപാടിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട്, അതിനിപ്പോൾ ഇന്ന് പോകണോ നാളെ പോകണോ എന്നുള്ള ഒരു കാര്യത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. പറ്റുകയാണെങ്കിൽ ഇന്ന് പോയി മേടിക്കുകയും വേണം. അവൻ ഈ കടലൊക്കെ നമ്മളൊരു പാത്രത്തിലിട്ടിട്ട്, രണ്ടാൾക്കും കൂടെ ഒരു പാത്രത്തിലിട്ടു. എന്നിട്ട് 2 സ്പൂണും കൂടെ ഇട്ടിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വിചാരിച്ചു. ഉമ്മറത്ത് പോയിരുന്നിട്ടാട്ടോ കഴിക്കുക. നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മൾ അകത്തിരുന്ന് ഫുഡ് കഴിക്കുന്ന ഇവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ ഇഷ്ടമല്ല. നട്ടുച്ച വെയിലൊക്കെ ആണെങ്കിലാണ് നമ്മൾ ഉള്ളിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാറുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ രാവിലെ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ആ ഉമ്മറത്തിരുന്നിട്ട് തന്നെ കഴിക്കുക. ചിലവർക്ക് ചിലപ്പോൾ അത് പിടിക്കേണ്ടാവില്ലായിരിക്കും. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ശ്വാസം മുട്ടണ പോലെ എവിടെ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. ഇപ്പോൾ ഉള്ളിലൊക്കെ ആണെങ്കിൽ ഈ കുടുക്കൂസ് റൂമുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ആരും കാണില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വെളിച്ചവും കാര്യങ്ങളും ആൾക്കാരെയും ഒക്കെ കാണുകയും ചെയ്യാം. അങ്ങനെ ഇരുന്ന് നല്ല സുഖമായിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഉറങ്ങിയൊക്കെ എണീറ്റ് മുഖമൊക്കെ കഴുകി വന്ന ആൾ അടിപൊളിയായിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പൂജയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നുണ്ട്. ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളെ വീട്ടിലങ്ങനെ ഇപ്പോൾ അധികം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറില്ല ഈ ഒരു സംഭവം. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ വലിയ കാര്യം. ഈ കടല പരിപ്പ് സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആഴ്ചയിൽ നമ്മളിങ്ങനെ ഡെയിലി അല്ലെങ്കിൽ ഒന്നരാടൊന്നും ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ആഴ്ചയിൽ ഉണ്ടാക്കും. അല്ലാണ്ട് നമ്മൾ ഒന്നരാടം ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും അല്ലല്ലോ. കടല നമ്മുടെ എന്താ പറയുക, ഇത് കടലക്കറി ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഞാൻ അതൊന്ന് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ചെയ്യും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് എനിക്ക് ചാണകമൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കണ്ണൻകുട്ടി. നമുക്കിവിടെ പൈപ്പ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ നിന്ന് വെള്ളം പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിറച്ച് വെക്കണം. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ നമുക്ക് വേണ്ട വെള്ളം ഇവിടെ നിറച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കലക്കി കയ്യിലൊക്കെ ആയാൽ പിന്നെ അകത്തേക്ക് കയറണ്ടല്ലോ, പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് കയറിയാൽ മതിയല്ലോ. അപ്പോൾ ഈ ഭാഗമൊക്കെ ഒന്ന് അടിച്ചു, ഉമ്മറൊക്കെ ഒന്ന് അടിച്ചിട്ടിട്ട് നമുക്ക് മുറ്റടിച്ചിട്ട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കിഷ്ടമുള്ള കാര്യം കേട്ടോ ഈ ഒരു ചാണകം മെഴുകുക എന്ന് പറഞ്ഞത്. മുറ്റത്ത് അടിച്ചിട്ടിട്ട് എപ്പോഴും അതൊരു വൈകിട്ട് നമുക്കില്ലേ, വൈകിട്ട് അടിച്ചിട്ടിട്ട് വിളക്ക് കൊളുത്തിങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഐശ്വര്യം കേട്ടോ. ഒരു എന്തോ വല്ലാത്തൊരു ഫീലാണേ. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വലിയ മടിയൊന്നുമില്ല കേട്ടോ. ആദ്യമൊക്കെ ഈ കലക്കാൻ വേണ്ടിയിട്ട് പാടായിരുന്നു, ചെറുതിലൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ. ഇപ്പോൾ പിന്നെ നമുക്ക് ബോധം ബുദ്ധിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ചൂല് എപ്പോൾ നോക്കിയാലും അതൊന്ന് കുറച്ച് അങ്ങോട്ട് പോന്നിട്ടുണ്ടാവും. ഈ പൂജട്ടിയൊക്കെ അടിക്കണ കാരണം തന്നെ അവർക്കത് ഇങ്ങനെ പിടിക്കാനോ അല്ലെങ്കിൽ അതൊന്ന് കറക്റ്റാക്കി ചെയ്യാനോ അറിയാത്തതുകൊണ്ട് തന്നെ കുറേ ഈർക്കൽ ഇങ്ങനെ പോവും. നമുക്കാണെങ്കിൽ ചൂല് കിട്ടാൻ വേണ്ടിയിട്ട് വലിയ പടം. അവിടെ പട്ടയും കാര്യങ്ങളൊന്നുമില്ല. എവിടുന്നെങ്കിലൊക്കെ ഇങ്ങനെ വീണ് കിട്ടുമ്പോൾ അത് പെറുക്കി കൊണ്ടുവന്നിട്ട് ഞാൻ കത്തിക്കാൻ തന്നെ ചെയ്യാം. അല്ലാണ്ട് നമുക്കിവിടെ പട്ട കിട്ടാനില്ലല്ലോ. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ വീണത് ഒന്നോ രണ്ടെണ്ണം കിട്ടിയാൽ അതെടുത്ത് വയ്ക്കും, അത്ര തന്നെ. അപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ചൂലുണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറിയോ കാര്യങ്ങളൊന്നും കിട്ടാറില്ല. അപ്പോൾ ഇതൊക്കെ കാശ് കൊടുത്തിട്ടാണ് ഞാൻ മേടിച്ചതായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കുറ്റിയാകുമ്പോൾ നമ്മൾ പുറത്തേക്ക് എടുക്കും, അങ്ങനെയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഊരിയിട്ട് ഒന്ന് മുറുക്ക കെട്ടാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ അതിങ്ങനെ ചാണകം അടിക്കുമ്പോൾ അതൊന്ന് വീർക്കൽ പോരുമ്പോൾ നമുക്ക് പാടാം. പിന്നെ നനയുകയും കൂടെ ചെയ്യുമ്പോൾ അതൊന്ന് കെട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടല്ല. അപ്പോൾ അതിൻ്റെ മുന്നേ അതൊക്കെ ഒന്ന് ഈർക്കലിയൊക്കെ ഒന്ന് സെറ്റാക്കി നല്ല മുറുക്കി കെട്ടി വെച്ചു കേട്ടോ. ഇനി നമുക്ക് വെള്ളം തൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടി വല്ലാണ്ട് പാറില്ല. മുറ്റത്ത് ഈ ചാണകം മെഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വൃത്തിയാട്ടോ. അതൊരു 10-15 മാസം 2 പ്രാവശ്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ വൃത്തിയിൽ അങ്ങോട്ട് കിടക്കും. പക്ഷെ നമുക്ക് ചാണകം കിട്ടാൻ വേണ്ടിയിട്ട് കണ്ണൻകുട്ടി കൊണ്ട് തരുന്നതുകൊണ്ട് വലിയ പാടില്ല. അല്ലാണ്ട് നമുക്കിപ്പോൾ അവിടുന്ന് പോയി എപ്പോഴും ഈ പറഞ്ഞ പോലെ കൊണ്ടുവരുന്നത് ഒരു പോസിബിളായ കാര്യം അല്ലാത്തതുകൊണ്ട് തന്നെ കിട്ടുമ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്യാം. ഇനി നമുക്ക് പൂരത്തിന് ചെയ്യാം, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ 18-ാം തീയതി ആണ് നമ്മുടെ ഇവിടെ ഉത്സവവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ചെയ്യുക. ഇനി ഇപ്പം അടിച്ച് കഴിഞ്ഞാൽ ഇനി അപ്ലൈ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നല്ല പൊടി പോകെ മുറ്റമൊക്കെ അടിച്ചിട്ട് അവിടെയുള്ള പുല്ലും കാര്യങ്ങളൊക്കെ പറിക്കാൻ പറ്റണത് പറിക്കുന്നുണ്ട്. ബാക്കി അവിടെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് പറ്റണ പോലെ ഞാൻ ചെയ്യുന്നുണ്ടേ. പണ്ടൊക്കെ നമുക്ക് ചെറ്റപ്പരയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ ചെറ്റപ്പര എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ വീട്, ഓല ആയിരുന്നു ആദ്യം. പിന്നെ അത് മാറ്റിയിട്ട് ഇങ്ങനെ ഷീറ്റ് പോലെ ഇട്ടിട്ട് അങ്ങനെ കുഞ്ഞ വീടായിരുന്നു. പക്ഷേ ആ വീട്ടിൻ്റെ മുറ്റം ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞ വീടിൻ്റെ മുറ്റം ഒരുപാട് വലുതായിരുന്നു. അപ്പോൾ ഈ മൺപണിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ഇങ്ങനെ മുറ്റത്ത് മൊത്തം അങ്ങനെ ചാണകം മെഴുകിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ മുറ്റത്ത് പായിട്ടിട്ട് കിടക്കാം. ഞങ്ങൾ എന്നിട്ട് വിളക്കുളത്തിലൊക്കെ കഴിഞ്ഞ് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുല്ലായ ഇട്ടിട്ട് മുറ്റത്ത് ഇരുന്നിട്ട് അങ്ങനെ എല്ലാവരും കൂടെ അവിടെ കിടക്കും.
ആ മുറ്റത്ത്. അത്രയും വൃത്തിയാണെന്ന് പറയാം. ആ മുറ്റം ഇങ്ങനെ കല്ലും ഇതൊന്നും ഉണ്ടാവില്ല. മൺപണിയൊക്കെ എടുത്ത് നല്ല മിനുസാക്കി ഇട്ടിട്ടുണ്ടാവും. ആ മുറ്റത്ത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടും കിടക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. അത്രയും വൃത്തിയായിരിക്കും. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ട്ടോ. പണ്ട് അങ്ങനെയായിരുന്നു. അങ്ങനെ പായിട്ട് കിടക്കും. നല്ല രസമായിരുന്നു. പിന്നെ കറണ്ടൊക്കെ കിട്ടിയപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയില്ലെങ്കിൽ മണ്ണെണ്ണ വിളക്കും അതൊക്കെ ഒരു വല്ലാത്തൊരു നല്ല രസം. അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പണ്ടത്തെ ഓർമ്മകളൊക്കെ വരും. പൂജയ്ക്കൊക്കെ ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ അങ്ങനെയായിരുന്നു. വലിയ മുറ്റമായിരുന്നു. അപ്പോൾ ആ മുറ്റത്തൊക്കെ ഇങ്ങനെ ചാണകം മെഴുകിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുല്ലായൊക്കെ ഇട്ടിട്ട് അവളവിടെ കൊണ്ടുവന്നിരുത്തി ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ഇരിക്കുന്ന കാര്യമൊക്കെ ഇപ്പോഴും ഞങ്ങൾ പറയാറുണ്ട് കേട്ടോ. അങ്ങനെ നല്ല രസമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വീടും റോഡും തമ്മിൽ വലിയ അകലമില്ല, മുറ്റമൊന്നുമില്ല പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊന്നും. മറ്റേത് ഓടി കളിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് വേറെ പന്തലൊന്നും വിടാൻ വേറെ പറമ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അത്രയും വലിയ മുറ്റം നമുക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ പഴയ വീടൊക്കെ പൊളിച്ചിട്ട് വീട് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് ആക്കിയപ്പോൾ മുറ്റവും കാര്യങ്ങളൊക്കെ പോയി. ആ വീടിൻ്റെ ഒരു ഐശ്വര്യം പോയി. മറ്റേത് ചെറിയ വീടാണെങ്കിലും നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ചെറിയ വീടാണെങ്കിലും അച്ഛാ ഇതേപോലെ നിലമൊക്കെ അച്ഛനും വീടിൻ്റെ മൊത്തം പണികളറിയാം. പടവ്, തേപ്പ്, ആശാരിപ്പണി, മേലും എല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ അച്ഛൻ എന്താക്കും വെച്ചാൽ നിലമൊക്കെ കാവിയിട്ട് തരും. അതുകൊണ്ട് തന്നെ അടുക്കളയും നിലമൊക്കെ നല്ല വൃത്തിയാവും. മഴ പെയ്തിട്ട് ഇങ്ങനെ ചോർന്നൊലിച്ചാലും നമുക്കതിങ്ങനെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ എടുക്കാൻ വേണ്ടി എളുപ്പമാണ്. മറ്റേതൊക്കെ ആകുമ്പോൾ മഴ പെയ്തിട്ട് ചോരുമ്പോൾ ഈ ഒരു ചാണകം മെഴുകിയ നമ്മളെ മണ്ണിൻ്റെ ഒക്കെ ആകുമ്പോൾ വലിയ ബുദ്ധിമുട്ട്. അതിങ്ങനെ ഓട്ടയാവും. പിറ്റേ ദിവസം അത് മെഴുകി റെഡിയാക്കണം. അങ്ങനെ വൃത്തിയില്ലാതെയാവും. അതുകൊണ്ട് തന്നെ അച്ഛൻ എത്ര പൈസ ഇല്ലെങ്കിലും ഇന്നലെ അങ്ങോട്ട് കാവിയിട്ടിട്ടാണ് ഈ ചെറ്റപ്പര പോലെ ഉണ്ടാക്കി തരാം. പറഞ്ഞാൽ ഒലവീടായിരിക്കും, ഉള്ളിൽ കാവിയായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വൃത്തിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയായിരുന്നു. പക്ഷേ ആ ഒരു ചെറിയ വീട്ടിൽ നിൽക്കുന്ന ഒരു സന്തോഷമൊന്നും ഇപ്പോൾ നമുക്ക് കിട്ടണില്ല കേട്ടോ. അത് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിന്നാനും കുടിക്കാനും നമുക്ക് ഫുഡിന് പ്രയാസമാണ്. അന്നത്തെ കാര്യങ്ങൾക്ക് പ്രയാസമാണ്. വലിയ വീടില്ല. ചോറിനാണെങ്കിൽ കൂടെ അതിൻ്റെ ഉള്ളിലൊരു സന്തോഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ഫീലായിരുന്നു. അന്നൊക്കെ വിചാരിച്ചിരുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് ചോർച്ച മാറി ഞങ്ങൾക്കൊന്ന് കിടക്കാം, അല്ലെങ്കിൽ നമുക്കൊന്ന് റെഡി ആയി കിട്ടിയാൽ മതിയായിരുന്നു. ഒന്ന് ചോരാണ്ടൊന്ന് ഉറങ്ങാൻ പറ്റിയാൽ മതിയായിരുന്നു. അപ്പോൾ ഈ ചോരണ സമയത്ത് ഈ പുല്ലായ ഈ പായയില്ലേ, നമ്മൾ കിടക്കണ പായ ഇങ്ങനെ ഞങ്ങളുടെ മൂന്നാളുടെയും തലയിൽ കൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഞങ്ങളൊരു മുക്കിൽ കൊണ്ടുവന്നിരുത്തും. എന്നിട്ട് ആ ഭാഗത്ത് ചോരാത്ത സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുവന്നിരുത്തിട്ട് അമ്മയും അച്ഛയും കൂടെ ആ വെള്ളവും കാര്യങ്ങളൊക്കെ തുടച്ച് അതൊന്ന് ഉണങ്ങി വരുമ്പോഴേക്കും പായിട്ട് ഞങ്ങളൊന്ന് കിടക്കുമ്പോഴേക്കും പെട്ടേച്ചിട്ട് അടുത്തത് വരും. അതൊക്കെ വല്ലാത്തൊരു ഓർമ്മയാണ് കേട്ടോ. ഒരു നീറ്റൽ തരുന്ന ഒരു ഓർമ്മയാണ്. ആ കൂട്ടത്തിൽ എൻ്റെ അമ്മയുടെ അമ്മയും ഒരുപാട് ഞങ്ങളുടെ കൂടെ ഈ കഷ്ടതകൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അമ്മമ്മയ്ക്ക് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അമ്മയുടെ കാര്യത്തിൽ വലിയ സങ്കടമായിരുന്നു അമ്മമ്മയ്ക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി ഓടി വരും. ഈ ഒരു കഷ്ടപ്പാടിൽ അമ്മമ്മയും ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട് കേട്ടോ. ഒരു പരാതിയും പരിഭവവും ഇല്ലാണ്ട് ഞങ്ങളങ്ങനെ ചേർത്ത് പിടിച്ച് നിർത്താൻ അമ്മമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അതുപോലെ തന്നെ അമ്മയുടെ വലിയ ആങ്ങള, ഞങ്ങളുടെ വല്യമ്മാമനും വല്യമ്മായി, ഇവരായിരുന്നു കേട്ടോ ഞങ്ങൾക്കൊരു സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഞാൻ പറയാറുണ്ട് മേമയും പാപ്പനും ഒക്കെ കേട്ടോ. അങ്ങനെ കുറച്ച് ആൾക്കാരാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്, ഇപ്പോഴും അപ്പോഴും എപ്പോഴും. അതൊക്കെ കഴിഞ്ഞ് നമ്മളിനി വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് പോവുക. കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്കൊക്കെ വെച്ചിട്ട് ഇനി സുഖമായിട്ട് കുറച്ച് നേരം നാമം ചൊല്ലിയിട്ടൊക്കെ ഇരിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വ്ളോഗാണേ. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ലൈക്ക് ചെയ്യണില്ല. മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഒരുപാട് കൂട്ടുകാരെ എപ്പോഴും പറയണ പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലാണ് നമുക്കിതിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളെ എന്ത് കസരത്ത് കാട്ടിയിട്ടും കാര്യമില്ല. നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടാണ് ഏറ്റവും വേണ്ടത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.